നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏറ്റവും വലിയ സന്തോഷം മാത്രമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും രോഗങ്ങളോ വിഷമങ്ങളോ കുടുസായ ജീവിതമോ എൻ്റെ പ്രിയമുള്ളവരെ ഒരിക്കലും തന്നെ ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ ആഗ്രഹിക്കുന്നതല്ല. ജീവിതം എപ്പോഴും സന്തോഷമാകണം, ഭാസുരമാകണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തും തന്നെ ചെയ്യാൻ താല്പര്യം കാണിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര വലിയ അനുഗ്രഹങ്ങൾ പടച്ചുറബേ എനിക്ക് കിട്ടിയാലും ആ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന്, അത് ഹക്കാവട്ടെ, അത് സത്യമാകട്ടെ, അല്ലെങ്കിൽ അത് നല്ലതാകട്ടെ ചീത്തതാകട്ടെ, ഇന്ന് ചില ആളുകളുടെ മൈൻഡ് സ്വഭാവം അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ എന്തും തന്നെ ചെയ്യുമെന്ന കൺസെപ്റ്റിൽ മനുഷ്യൻ ഇന്ന് അവരുടെ ജീവിതത്തെ, അവരുടെ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എങ്ങനെ സന്തോഷമാക്കാം, എങ്ങനെ ഭാസുരമാക്കാം, എൻ്റെ പ്രിയമുള്ളവരെ, അതിൻ്റെ വഴിയെ ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം നമുക്കൊന്ന് സഞ്ചരിക്കാം. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനിക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ, അവന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ കണ്ടെത്താനുള്ള മാർഗങ്ങൾ, ജീവിതത്തിൽ സമാധാനം കണ്ടെത്താനുള്ള മാർഗങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രിയമുള്ളവരെ മനുഷ്യരായ നമുക്ക് അല്ലാഹു തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിചയപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്, അല്ലാഹ് ഇവിടെ എനിക്ക് ഒരുപാട് കാലം എനിക്ക് ജീവിക്കണമല്ലാ, ഒരുപാട് സമ്പത്ത് എനിക്ക് വേണമല്ലാ, ഒരുപാട് പടച്ച റബ്ബേ സന്തോഷമുള്ള ജീവിതം എനിക്ക് വേണം, അപകടങ്ങളില്ലാത്ത നല്ല സന്തോഷമായ ജീവിതം എനിക്ക് വേണമെന്നോ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുകയാ. നമ്മളെന്ന് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുന്നതും ആ കാര്യമാണല്ലോ, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതും ആ കാര്യമാണല്ലോ. പടച്ച റബ്ബേ, നമ്മൾ എല്ലാവരും അവിടുന്ന് ചോദിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നത്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഒന്ന് പറയട്ടെയോ ഉമ്മ? മൻ സർറഹു അൻ യമദ്ദ ഫീ ഉംരിഹി വയുവസ്സഅ ലഹു ഫീ റിസ്ഖിഹി വയുദ്ഫഅ അൻഹു മീതത്തസ്സൂ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നിങ്ങൾക്ക് ലഭിക്കണോ, നിങ്ങൾക്ക് അല്ലാഹ് റിസ്ഖിൽ വിശാലത നൽകണോ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപകടങ്ങളെല്ലാം എടുത്തു പോകണോ, അപകട മരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു തആല കാവൽ നൽകണോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ സഹാബാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ സഹാബാ. മാത്രമല്ല അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ, ഫലിയസിൽ റഹിമഹു, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. ഇന്ന് ചില മക്കൾ ഉമ്മയോട് പിണക്കമാണല്ലോ, ഇന്ന് ചില മക്കൾ വാപ്പയോട് പിണക്കമാണല്ലോ. പടച്ച റബ്ബേ, മക്കളോട് മാതാപിതാക്കൾ മിണ്ടുന്നില്ല. അല്ലാഹ്
കൂടപ്പിറപ്പുകൾ പടച്ച റബ്ബേ പരസ്പരം ഇന്നും മിണ്ടുന്നില്ല, അയൽവാസികൾ മിണ്ടുന്നില്ല. വാപ്പാന്റെ ജ്യേഷ്ഠനോട് തെറ്റാണ്, വാപ്പാന്റെ അനിയനോട് തെറ്റാണ്, ഉമ്മാന്റെ സഹോദര സഹോദരിമാരോട് ഇന്ന് പിണക്കമാണ്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സ്വത്തിന്റെ പേരിലാണല്ലോ. സ്വത്ത് കൊടുത്തടത്ത് പിഴച്ചതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ കൊടുക്കാത്തതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ കിട്ടിയത് കുറഞ്ഞു പോയതിന്റെ പേരിലാണല്ലോ. അല്ലാഹുവേ പടച്ച റബ്ബേ, എത്രയോ ആളുകളുണ്ടെന്നറിയോ, എത്രയോ ആളുകളുണ്ടെന്നറിയോ. അല്ലാഹ് അവകാശികൾക്ക് സ്വത്ത് കൊടുക്കാത്ത എത്രയോ വാപ്പമാരുണ്ടെന്നറിയോ. നിന്റെ ഭർത്താവിന്റെ ആളുകൾക്ക്, നിന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ അനിയത്തിക്ക്, വാപ്പാന്റെ അനിയന്, അല്ലെങ്കിൽ നിന്റെ അനിയന്, അല്ലെങ്കിൽ നിന്റെ ജ്യേഷ്ഠന്, അല്ലെങ്കിൽ നിന്റെ സഹോദര സഹോദരി ആരുമാകട്ടെ, അവർക്ക് സ്വത്ത് കൊടുക്കാതെ നീ പടച്ച റബ്ബേ നീ പിടിച്ചു വെച്ചാൽ, ആ സ്വത്ത് കൊടുക്കാതെ നീ അങ്ങ് പിടിച്ചു വെക്കുമ്പോ നാളെ പടച്ചു തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, നീ ഇരിക്കുന്ന നിന്റെ സ്വത്തുണ്ടല്ലോ, ഇതെല്ലാം അല്ലാഹു തആല ഒരു മാലയാക്കുകയാണ്, എന്നിട്ട് നിന്റെ കഴുത്തിലേക്ക് അണിയിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് ആരെങ്കിലും അനന്തരം കൊടുക്കാൻ ബാക്കി വെച്ച ആളുകളുണ്ടോ? തന്റെ കൂട്ടുകാർ, തന്റെ കുടുംബക്കാർക്ക് സ്വത്ത് കൊടുക്കാൻ ബാക്കി വെച്ച ആളുകളുണ്ടോ? അതെല്ലാം കൊടുത്തു തീർത്തോ, അതെല്ലാം കൊടുത്തു തീർക്കണേ എന്റെ പ്രിയമുള്ളവരെ. ഈ മാത്രമല്ല അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത്, നീ മാത്രമല്ല അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത്, വേറെ ആരൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, നിന്റെ അവിടുന്ന് കടന്നു വരുന്ന ഓരോ തലമുറകളുണ്ടല്ലോ, ആ തലമുറകളെല്ലാം അതിന്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അവര് കൊടുത്തില്ല. പിന്നീട് അത് ഏതൊക്കെ കാലം അത് ഹഖായി നിലകൊള്ളുന്നോ അതുവരെ നിന്റെ ഖബറിനകത്ത് വലിയ അദാബായിട്ട് അത് കാണിക്കുമെന്ന് അതാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പഠിപ്പിക്കുക. അതുകൊണ്ടുണ്ടല്ലോ അനന്തരം കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു വീട്ടിക്കോ, അവകാശികൾക്ക് കൊടുക്കാനുള്ളത് ഒരിക്കലും എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പിടിച്ചു വെക്കാൻ പാടില്ല, നമ്മൾ ഒരിക്കലും തന്നെ പിടിച്ചു വെക്കാൻ പാടില്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുക, നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കണോ? അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പരമോന്നതമായ ആ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ മനോഹരതയിലേക്ക് നിങ്ങൾക്ക് കടന്നു പോണോ? നിങ്ങൾക്ക് അല്ലാഹു തആല ദീർഘായുസ് തരണോ? നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്ലാഹു തആല വിശാലത തരണോ? എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അല്ലാഹു തആല നിങ്ങളെ കാത്തുരക്ഷിക്കണോ? ഫലിയസിൽ റഹിമ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. ആയുസ് നീട്ടി കിട്ടാനല്ലേ നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ എപ്പോഴും പറയും, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ദുആ ചെയ്യുക? പടച്ചോനെ എനിക്ക് ആഫിയത്തുള്ള ഒരു രോഗം വന്നാൽ നമ്മൾ എന്താ അള്ളാഹിനോട് ദുആ ചെയ്യുക? പടച്ചോനെ എനിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ടല്ല. അതല്ലേ നമ്മൾ ദുആ ചെയ്യുക, അല്ലേ? നമ്മൾ ഉസ്താദിന്റെ അടുത്ത് എന്താ പോയിട്ട് പറയാ, ഉസ്താദേ എനിക്ക് നാലിന് അസുഖങ്ങളൊക്കെ ഉണ്ട് ഉസ്താദേ, അതുകൊണ്ടൊന്ന് എനിക്ക് ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ഉസ്താദിന്റെ കയ്യെ പിടിച്ചിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? ഒരു മജ്‌ലിസുൻ നൂറിന്റെ സദസ്സുണ്ടായാൽ, ഒരു സ്വലാത്തിന്റെ മജ്‌ലിസ് ഉണ്ടായാൽ, എൻ്റെ പ്രിയമുള്ളവരെ അവിടെയൊക്കെ നമ്മൾ ദുആ ചെയ്യിപ്പിക്കും. ഉസ്താദേ അസുഖ, ഉസ്താദ് എന്താ ദുആ ചെയ്യാ? പഠിച്ചോനെ അസുഖം മാറ്റി ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അല്ലേ? നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അതാ, അല്ലേ?
എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഒരാളുടെയും പ്രാർത്ഥന ഇല്ലാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ് അല്ലാഹു തആല ദീർഘമാക്കി തരും. സുഖസുന്ദരമായിട്ടുള്ള ആയുസ് അല്ലാഹു തആല തരും. എന്ത് ചെയ്യാ? നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക, കുടുംബ ബന്ധം ചേർക്കുക. ചില ആളുകളൊക്കെ പടച്ച റബ്ബേ, നമ്മൾ പറഞ്ഞല്ലോ, തെറ്റി നിൽക്കുക. സഹോദരങ്ങളോട്, സഹോദരിമാരോട്, കൂട്ടുകാരോട്, കൂടെ പിറപ്പുകളോടൊക്കെ എന്ത് പിണക്ക? കൂടുതലായിട്ട് പിണക്കം നടക്കുന്നത് എന്തിന്റെ പേരിലാ? സമ്പത്തിന്റെ പേരിലാ. അല്ലേ? സ്വത്ത് കൊടുക്കാനുണ്ട്, അത് കൊടുക്കൂല, അത് കൊടുക്കാത്ത ആളുകൾ. എന്റെ പ്രിയമുള്ളവരെ, സ്വത്ത് അനന്തരാവകാശികൾക്ക് സ്വത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ നാളെ മരിച്ചു ചെന്നാൽ ആ സ്വത്തെല്ലാം കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കഴുത്തിൽ അത് മാലയായിട്ട് അണിയിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. ഓൻ എങ്ങനെ അതുകൊണ്ട് നടക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എങ്ങനെയാണ് അതുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ മഹ്ശറിലൂടെ വലിച്ച അവൻ നടക്കും? ഏറ്റിയ പൊന്താത്ത ഈ സ്വത്തെല്ലാം അവന്റെ കഴുത്തിലിട്ടിട്ട് വലിച്ചുകൊണ്ട് നടക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. മാത്രല്ല, അനന്തരാവകാശികൾക്ക് സ്വത്ത് കൊടുക്കാതിരുന്നാൽ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന് കൊടുക്കാത്തത് ഒരുത്തനാ, അല്ലേ? അവന്റെ കാലശേഷം ആരൊക്കെ അത് ഉപയോഗിക്കുന്നോ, കൊടുത്തു വിട്ടാതിരിക്കുന്നോ, അത്രത്തോളം കാലം ആ കുടുംബത്തിൽ അതിന്റെ ശാപമുണ്ടാകും, ആ കുടുംബത്തിൽ അതിന്റെ വിഷമങ്ങൾ കാണുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. പഠിച്ചോനെ, അതുകൊണ്ട് കൊടുക്കാണ്ടെങ്കിൽ കൊടുത്ത് വീട്ടിക്കോ, അല്ലെങ്കിൽ നാളെ അള്ളാന്റെ മുമ്പിൽ ഹിസാബിനെ പറയേണ്ടി വരും. നിങ്ങൾ മാത്രമല്ല കുടുങ്ങുക, കൊടുക്കാത്തോ മാത്രമല്ല കുടുങ്ങുക, നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് അറിയില്ല, അല്ലെ? എന്റെ വല്യപ്പ എങ്ങനെ കൊടുക്കാണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേരക്കുട്ടിയൊക്കെ അറിയോ? ഇല്ല. അറിയോ? ഒരിക്കലുമില്ല. അവരും ഇതിന്റെ ഭാഗമാകും. അവര് ഇത് കൊടുക്കാതെ ഈ ആരാന്റെ ഹക്കാണ് അവരും എന്റെ പ്രിയമുള്ളവരെ ഇന്നവര് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആലോചിക്കാണി നിങ്ങൾ അവരുടെ ആ പാവപ്പെട്ടവർ കൊടുക്കാനുള്ളവന്റെ ഹക്ക് നമ്മുടെ പേരമക്കളും നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ ഇരുന്നിട്ട് തിന്നുകൊണ്ടിരിക്കുക. പാപങ്ങൾ അവർക്കറിയില്ല, അവരും ഈ ഹറാമ് ഭക്ഷിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ തലമുറകൾക്ക്, വരാനിരിക്കുന്ന തലമുറകൾക്ക് നമ്മൾ ഹറാമ് ഭക്ഷിക്കാൻ കൊടുക്കണോ? ഹറാമ് ഭക്ഷിക്കാൻ കൊടുക്കണോ? ചിന്തിക്കേണ്ട പ്രിയമുള്ളവരെ. എന്നിട്ട് കൊടുക്കാലത് കൊടുത്തു വീട്ടിക്കോ. 1 രൂപയാണെങ്കിലും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അതിന്റെ കണക്കിന് നമ്മൾ പറയേണ്ടി വരും. നമ്മൾ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. എത്രയോ പാപങ്ങൾ ഉണ്ടെന്നറിയോ? അവർക്ക് കിട്ടാനുള്ള സ്വത്ത് പടച്ച റബ്ബേ കിട്ടാതെ വിഷമിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ആങ്ങളുടെയും വല്ലിപ്പാന്റെയും വല്യമ്മാന്റെ ഒക്കെ മുമ്പിൽ കിടന്നിട്ട്, അല്ലെങ്കിൽ വാപ്പാന്റെ മുമ്പിൽ കിടന്നിട്ട്, അല്ലാഹുവേ വാപ്പാന്റെ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ ഒക്കെ മുമ്പിൽ കിടന്നിട്ട് കെഞ്ച, ഞങ്ങളുടെ സ്വത്ത് ഞങ്ങൾക്ക് തരുമോ, ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങളുടെ സ്വത്ത് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട്, അവകാശം ഞങ്ങളുടെ വാപ്പാന്റെ അവകാശം തരുമോ എന്ന് ചോദിച്ചിട്ട് പടച്ച റബ്ബേ ഏക്കറ കണക്കിന് മുതലുണ്ടായിട്ടും കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ? അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾക്ക് ബോധം നൽകണേ റഹ്മാനെ. ഒരാളുടെ ഹക്കും അല്ലാഹുവേ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരല്ല റഹ്മാനെ. ഒരാളുടെ ഹക്കും നമുക്ക് വേണ്ട. നമ്മൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടി പഠിക്കണം. ഒരാളെ ഹക്കും നമ്മുടെ ഭക്ഷണത്തിലോ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഉണ്ടാവരുത്. അല്ലാഹുവേ, എന്റെ അവസ്ഥ ആലോചിക്കാൻ നിങ്ങൾ അതിൽ ബർക്കത്തുണ്ടാവോ? ഒരിക്കലും ബർക്കത്തില്ലാത്ത മുതലാണത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യണം, പടച്ചവനെ ഹക്കല്ലാത്തതൊന്നും റബ്ബേ എനിക്ക് തരല്ല അല്ലാഹ്. ഹക്കല്ലാത്തതൊന്നും എന്നെ കൊണ്ട് കഴിപ്പിക്കല്ല അല്ലാഹ്. ഹക്കല്ലാത്തതൊന്നും റബ്ബേ നീ എന്നെ കൊണ്ട് ജീവിതത്തിൽ പൊടി പൊടിക്ക പോലും ചെയ്യരുത് അല്ലാഹ് എന്നെന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ ആയുസ് കൂടാനും വിശാലത, ഭക്ഷണത്തിൽ വിശാലത വർദ്ധിക്കാനും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു തആല കാത്തുരക്ഷിക്കാനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ച റബ്ബേ അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ സഹാബാ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ സഹാബാ.
അല്ലാഹുവേ പടച്ച റബ്ബേ പ്രിയപ്പെട്ട ഒരു സഹോദരി എൻ്റെ അമ്മായിയുടെ മോന് കുറ്റിപ്പുറത്ത് അല്പസമയം മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്ക് ജീവിതത്തിൽ ചെയ്ത ഹസനാത്ത് നീ സ്വീകരിക്ക റബ്ബേ. അറിയാതെ വല്ല സയ്യിആത്തുകളും വന്നിട്ടുണ്ടെങ്കിൽ പടച്ചോനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധമായ പരലോകത്ത് സ്വർഗ്ഗത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അവരെ കൂട്ടുകുടുംബങ്ങളെ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിപ്പിക്കുക അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് ദീർഘായുസ് ലഭിക്കാൻ, വിശാലത ലഭിക്കാൻ മുറിഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളെല്ലാം ഒന്ന് കൂട്ടിയോജിപ്പിക്കണേ. എവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുക. അതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിങ്ങളുടെ കുടുംബക്കാരോട് നിങ്ങൾ മിണ്ടാതിരുന്നാൽ, കുടുംബ ബന്ധം മുറിഞ്ഞു കിടക്കുകയാണെങ്കിൽ പടച്ച റബ്ബേ നിങ്ങൾ എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, പല ആളുകളും പറയാറുണ്ടല്ലോ, ഉസ്താദേ ഞങ്ങൾ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട് ഉസ്താദ്, അല്ലാഹു തആല ഞങ്ങളെ കൈവിട്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല എന്നവിടെന്ന് പറയുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ടെന്നറിയോ, എത്രയോ ആളുകളുണ്ടെന്നറിയോ. അല്ലാഹുവേ പടച്ച തമ്പുരാനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, മോനെ കുടുംബ ബന്ധം മുറിച്ചാൽ, കുടുംബ ബന്ധം മുറിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ പടച്ച റബ്ബേ നീ ഒരിക്കലും തന്നെ നീ ദുആ ചെയ്താൽ നിന്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല. എന്നെങ്ങനെയെന്നറിയോ, എങ്ങനെയാണെന്നറിയോ, ഒരു മജ്‌ലിസിൽ അല്ലാഹുവേ പടച്ച റബ്ബേ കുടുംബ ബന്ധം മുറിച്ചവനുണ്ട്. ഒരൊറ്റ ആളെ ആ മജ്‌ലിസിൽ പടച്ച റബ്ബേ കുടുംബ ബന്ധം മുറിച്ചു നിൽക്കുന്ന ആളുകളുള്ളൂ. എന്നാൽ അതാ അവിടുന്ന് പുന്നാര നബി തങ്ങളെ പഠിപ്പിക്കാൻ ഒരാൾ തന്നെ ആയിക്കോട്ടെ, ഒരാൾ തന്നെ ആയിക്കോട്ടെ, എന്നാലും അല്ലാഹുണ്ടല്ലോ, അവരുടെ പ്രാർത്ഥന, ആ മജ്‌ലിസിലുള്ളവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതല്ല സ്വഹാബ, അല്ലാഹു സ്വീകരിക്കുന്നതല്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. ഒരു മജ്‌ലിസ്, ആ മജ്‌ലിസിന്റെ ഉള്ളില് ഒരൊറ്റ മനുഷ്യൻ മാത്രമേ പടച്ച റബ്ബേ കുടുംബ ബന്ധം മുറിച്ചു നിൽക്കുന്ന ഒരാളുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നല്ല മനുഷ്യന്മാരാ, തെറ്റുകളില്ല, കുടുംബ ബന്ധം ചേർത്തുന്ന നല്ല മുഖലിസ്യങ്ങളായ ആൾക്കാരാണ്. എന്നാൽ ആ ഒരൊറ്റ മനുഷ്യന്റെ കാരണത്താൽ 1000 ആളുകളുണ്ടെങ്കിൽ ആ 1000 ആളുകളുടെ പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കണം. അപ്പൊ ആലോചിക്കണം, നിങ്ങൾ കുടുംബ ബന്ധം മുറിഞ്ഞു കിടക്കുന്നതിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. എത്രത്തോളം ഗൗരവമാണ് അത് മുറിഞ്ഞു കിടക്കുക എന്ന് മനസ്സിലാക്കാനുള്ളൂ നമുക്ക്, അല്ലേ? നമുക്കതൊന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ, നമ്മുടെ ചിന്തയിലേക്കൊന്ന് കൊണ്ടുവരാനേ ഉള്ളൂ, അല്ലേ? അത്രയും വളരെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ചിന്തിക്കാൻ കിട്ടുന്ന കാര്യമാണ്. എത്ര ഉണ്ട് അതിന്റെ ഗൗരവമെന്ന്. അല്ലാഹുവേ ഞങ്ങൾക്ക് ബോധം കൊണ്ട റബ്ബേ, അല്ലേ? നമ്മുടെ ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ കല്യാണം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മളൊന്ന് വിളിക്കുക, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുക, അല്ലേ? ഇതൊക്കെയാണല്ലോ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സഹോദരിക്ക് വിളിക്കുക, സഹോദരനെ വിളിക്കുക, നമ്മുടെ അമ്മാവനെ വിളിക്കുക, അമ്മാവന്റെ ഭാര്യയ്ക്ക് വിളിക്കുക, അമ്മാവന്റെ മക്കൾക്കൊക്കെ ഒന്ന് വിളിക്കുക, എന്നിട്ട് ഒന്ന് ബന്ധങ്ങളൊക്കെ ഒന്ന്
ഊട്ടിയുറപ്പിക്കുക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുക. ഇപ്പൊ നമുക്ക് ഒന്നും കൂടെ സുഖമാണ്. പഴയ കാലത്തൊക്കെ നമുക്ക് കാണാന് പോകാന് അല്ലെ ഒക്കെ പ്രയാസമായിരുന്നു. പഴയ പോലല്ല പിന്നെ പ്രയാസങ്ങളൊന്നും ഇന്ന് നമുക്കില്ല. ഇന്ന് നമ്മുടെ മൊബൈൽ എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട് അല്ലെ. നമുക്ക് വിളിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വോയിസ് ഇട്ടാൽ മതി. എന്തൊക്കെയുണ്ട് വർത്താനം, സുഖല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊരു സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു വോയിസ് വിട്ടാൽ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കൊരു സമാധാനം ഉണ്ടാകും. അള്ളാഹു എന്നോട് അവൻ ചോദിച്ചല്ലോ, എന്നോട് അവനത് പറഞ്ഞല്ലോ അല്ലെ, അവന് കാര്യങ്ങൾ അന്വേഷിച്ചല്ലോ എന്ന വിഷയത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ അവർക്കൊരു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിനകത്തുള്ള വിജയം. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഈ ഒരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിനകത്തുള്ള ഏറ്റവും വലിയ വിജയമെന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹ് ബോധം തരട്ടെ, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്, മൻ വസലഹു വസൽതുഹു വമൻ ഖതഅഹു അല്ലാഹുവേ ഖതഅതുഹു. ആരാണ് കുടുംബ ബന്ധം ചേർത്തവൻ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിലേക്ക് ചേർക്കുന്നതാണ്. ആരാണ് കുടുംബ ബന്ധം മുറിച്ചവൻ അവനെ അല്ലാഹു തആല പടച്ച റബ്ബേ അല്ലാഹുവേ അവനെ തൊട്ടും അല്ലാഹു മുറിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് അവനിക്ക് കിട്ടൂല. അല്ലാഹുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയുമെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. കുടുംബ ബന്ധം മുറിച്ചാൽ അല്ലാഹുവേ പടച്ച റബ്ബേ അല്ലാഹു തആല നമ്മളെ മുറിച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് വിദേശത്ത് വിളിച്ചപ്പോ പറയാണ്, ഞാൻ അങ്ങോട്ടൊരു ആവശ്യത്തിന് വേണ്ടിട്ട് വിളിച്ചപ്പോ വാട്സപ്പ് കോള് ചെയ്തപ്പോ എൻ്റെ പ്രിയമുള്ളവരെ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. പിന്നീട് അദ്ദേഹം തിരിച്ചടിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാണ്, ഉസ്താദേ ഞാൻ നിങ്ങൾ അടിച്ചപ്പോ ഫോൺ എടുക്കാതിരുന്നത് എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം നടക്കുകയാണ്. ആ പ്രശ്നം എൻ്റെ അടുത്ത ഒരു ബന്ധുവാണ്, എളാപ്പയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം അദ്ദേഹം അവിടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുകൊടുത്തെന്ന് മാത്രമല്ല, ഇപ്പൊ അദ്ദേഹത്തിന് മതില് ആ വിട്ടുകൊടുത്ത സ്ഥലത്ത് കെട്ടാൻ പാടില്ല, എന്റെ സ്ഥലത്ത് കെട്ടിയിട്ട് ആ സ്ഥലം കൂടെ കൂട്ടിയിട്ട് അദ്ദേഹത്തിന് വേണമെന്ന് അങ്ങനെയാ പറയുന്നത്. അപ്പൊ അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. അപ്പൊ ഞാനതിങ്ങനെ CCTV ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ വിളിച്ചത് എൻ്റെ പ്രിയമുള്ളവരെ എന്ന് ആ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അവിടെ നിന്ന് പറയാം. അല്ലാഹു തആല പ്രശ്നങ്ങളൊക്കെ അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, സ്വത്ത് ഇന്ന് മനുഷ്യൻ എത്ര കിട്ടിയാലും തികയണില്ല. അതിന് എത്ര വിട്ടെടുത്താലും എത്ര ആരാന്റെ ഹക്ക് നമുക്ക് എടുക്കാൻ കഴിയുമോ? ചില ആളുകൾ അങ്ങനെയാണ്. അല്ലാഹു തആല ബോധം തരട്ടെ, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ചില പ്രത്യേകമായ നിസാരമായ കാര്യത്തിന്റെ പേരില് അവിടെ നിന്നെങ്ങാനും പടച്ച റബ്ബേ കുടുംബ ബന്ധങ്ങൾ മുറിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ റഹ്മത്തുമായിട്ട് മുറിച്ചു കളയുന്നതാണ്. മാത്രമല്ല അല്ലാഹുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, ആ ബന്ധം പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അവിടെ നിന്ന് പറയാ, ആരാണ് കുടുംബ ബന്ധം മുറിക്കുന്നത്, ആരാണ് കുടുംബ ബന്ധം ചേർക്കുന്നത്, അത് ചേർത്ത് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങളിലേക്ക് എത്തുകയാണ്. പടച്ച തമ്പുരാന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങളെ അല്ലാഹു തആല അനുഗ്രഹിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറയുമല്ലോ, ഉസ്താദേ കുടുംബത്തിൽ പ്രശ്നമാണ്, മനസ്സിന് സമാധാനമില്ല, പടച്ച തമ്പുരാൻ ദുആ സ്വീകരിക്കുന്നില്ല, എപ്പോഴും പ്രശ്നമാണെന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊന്ന് ചോദിക്കട്ടെയോ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ? നിങ്ങൾ
നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അവരോട് പോയിട്ട് മിണ്ടണേ. അവരിങ്ങോട്ട് മിണ്ടുന്നില്ല എങ്കിലും നീ അങ്ങോട്ട് മിണ്ടലാണ് പൊന്നുമോനെ നിനക്ക് ഖൈറുള്ളത്. അവരിങ്ങോട്ട് മിണ്ടുന്നില്ല എന്നാൽ പടച്ച റബ്ബേ നീ അങ്ങോട്ട് പോയിട്ട് മിണ്ടാനുള്ള മനസ്സ് നിനക്ക് വേണം കേട്ടോ. അങ്ങനെ നമ്മൾ മിണ്ടിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുക, അതാ പടച്ച തമ്പുരാൻ സ്വർഗത്തിൽ വെച്ചിട്ട് ആ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ മണിമന്ദിരങ്ങള് നിനക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുകയാ. നിനക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണെന്ന് അല്ലാഹുവേ പടച്ച റബ്ബേ അവിടുന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കാൻ, ഒരു മനുഷ്യന് കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അല്ലാഹുവിന്റെ റഹ്മത്ത് തൊട്ട് കളയാണ്, റഹ്മത്തിനുമായിട്ട് മുറിച്ച് കളയാണ്. ഇനി അങ്ങനെയല്ല, ഒരാൾ അവിടുന്ന് അല്ലാഹുവേ പടച്ച റബ്ബേ ആ കുടുംബ ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു തആല കൊടുക്കുകയാണ്. അല്ലാഹു നമുക്ക് റഹ്മത്ത് നൽകട്ടെ. അല്ലാഹു നല്ലവർ അല്ലാഹു തആല പെടുത്തട്ടെ. നല്ലത് മനസ്സിലാക്കാനും നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പഠിപ്പിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, സ്വഹാബാ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ സ്വഹാബാ. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മനുഷ്യരെല്ലാവരും കടന്നു വരികയാണ്. പടച്ച റബ്ബേ, നമ്മുടെ നാട്ടിലെ പള്ളിക്കാട്ടിൽ നിന്ന് എല്ലാവരും എണീക്കുകയാണല്ലോ. അതാ അല്ലാഹുവേ, സൂറെന്ന കാഹളത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കവിടുന്ന് ഊതുമ്പോ പടച്ച റബ്ബേ എല്ലാവരും ഇവിടെ നശിക്കുകയാണ്. രണ്ടാമത്തെ ഊത്തിൽ എല്ലാവരും അവിടെ നിന്ന് എണീക്കുകയാണ്. എല്ലാവരും എണീറ്റുകൊണ്ട് തന്റെ നാട്ടിലെ പള്ളിക്കാട്ടിൽ നിന്നോ അവിടെ നിന്ന് എണീറ്റുകൊണ്ടതാ പടച്ച തമ്പുരാനെ എല്ലാവരും അതാ മഅ്ശറയിലേക്ക് വരുമ്പോ എല്ലാവരും പല പല കോലങ്ങളിലാണല്ലോ. അല്ലാഹുവേ പടച്ച റബ്ബേ, ചില ആളുകൾ നായയുടെ കോലത്തിലുള്ളവരുണ്ട്, പന്നിയുടെ കോലത്തിലുള്ളവരുണ്ട്. പടച്ച റബ്ബേ, നല്ല സുന്ദരമായ മുഖത്തോടു കൂടി വരുന്നവരുണ്ട്, കുഷ്ഠരോഗം പിടിച്ചവരെ പോലെ വരുന്നവരുണ്ട്. പല പല കോലങ്ങളിലായി റബ്ബേ നാളെ പടച്ച തമ്പുരാന്റെ മഅ്ശറയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നാളെ പടച്ച റബ്ബ് ആദ്യം ചോദിക്കുന്നത് നമസ്കാരത്തെ കുറിച്ചിട്ടാ. മോനെ, നീ നമസ്കരിച്ചിട്ടുണ്ടോ? ആ നമസ്കാരം നീ ഖളാ വീട്ടിയിട്ടുണ്ടോ? ആ നമസ്കാരം എന്തിനാണ് നീ ഒഴിവാക്കിയത്? എന്തിനാണ് നീ അത് ഖളാ വീട്ടിയത്? എങ്ങനെയാണത് ഖളാ ആയത്? ഇതെല്ലാം നമസ്കാരത്തെ കുറിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാണ്. ആ നമസ്കാരത്തിനുള്ള നന്മകളല്ലോ അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയ്ക്ക് കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്നതാ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഒരു വിഭാഗം ആളുകളുടെ ഏടവിടുന്ന് അല്ല എടുക്കുന്നില്ല. അല്ലാഹുവേ, അവിടുന്ന് എടുക്കുന്നില്ല. പടച്ച റബ്ബേ, മഅ്ശറയിൽ ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന ആ ചൂടിനകത്ത് നിന്നിട്ട് വെന്തുരുകയാണല്ലോ. താഴത്ത് ചെമ്പിന്റെ തറയാ,
മുകളിൽ ഒരു ചാണകല സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിക്കുകയാണ്. പടച്ച റബ്ബേ, സഹിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനത്തെ കോലത്തിൽ മനുഷ്യരിങ്ങനെ നിൽക്കുകയാണ്. മനുഷ്യരിങ്ങനെ വല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണ്. അല്ലാ പടച്ച റബ്ബേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആ സമയത്ത് ചില ഏടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് എല്ലാവരും പോയി കഴിഞ്ഞാലും പടച്ച റബ്ബേ, അവിടുന്ന് ആ ഏടുകൾ തുറക്കുന്നില്ല. അവിടുന്ന് അല്ലാഹ് തന്നെ പറയുന്നുണ്ട്, അവർ ദുനിയാവിൽ വെച്ചിട്ട് പടച്ച റബ്ബേ പിണങ്ങിക്കഴിഞ്ഞവരാ. അവരെപ്പോഴാണോ മിണ്ടുന്നത്, അവർ പരസ്പരം എപ്പോഴാണോ മിണ്ടുന്നത്, ആ മിണ്ടുന്നത് വരെ അവരുടെ വിചാരണ നടത്തുന്നില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവേ, അവിടുന്ന് വിചാരണ നടത്തണമെങ്കിലോ, അവിടുന്ന് വിചാരണ നടത്തണമെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുടുംബബന്ധം മുറിച്ചിട്ടുണ്ടോ, അവിടുന്ന് നിങ്ങൾ മിണ്ടാതെ, നിങ്ങൾ പരസ്പരം മിണ്ടു നിൽക്കാതെ അല്ലാഹുവേ, അവിടുന്ന് അല്ലാഹു തആല പോലും വിചാരണ നടത്തില്ല എന്നവിടുന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, കൂടപ്പിറപ്പുകളോട് തെറ്റിയിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന വാപ്പാ, ഉമ്മാനോടും ബാപ്പാനോടും പിണങ്ങിയിട്ട് വീട്ടിനകത്ത് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുന്ന ഉമ്മ, സഹോദരങ്ങളോട് പിണങ്ങിയിട്ട് പടച്ച റബ്ബേ പിണങ്ങിയിട്ട് പള്ളിയിലും വീട്ടിലും നിസ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് മനസ്സിലാക്കിക്കോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങൾ നിങ്ങളുടെ പരസ്പരം നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ കൂടപ്പിറപ്പുകളോട് നിങ്ങളെങ്ങാനും പിണങ്ങിക്കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലോ, നിങ്ങൾ നിസ്കാരമുണ്ടല്ലോ, നിങ്ങൾ നമസ്കരിക്കുന്ന നമസ്കാരമുണ്ടല്ലോ, ആകാശലോകത്ത് പടച്ച റബ്ബേ ഇങ്ങനെ കാണുന്ന മേഘമുണ്ടല്ലോ, ആ മേഘത്തിന്റെ അത്രക്ക് പോലും നിങ്ങളുടെ നമസ്കാരത്തെ അല്ലാഹു തആല ഉയർത്തില്ല. നിങ്ങളുടെ മേഘത്തിന്റെ പോലെ നിങ്ങളുടെ ആ ഒരു അമലിനെ അല്ലാഹു തആല മുകളിലേക്ക് ഉയർത്തുന്നില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, 5 വക്തിനും പള്ളിയിൽ വന്നിട്ട് നമസ്കരിക്കും, 5 വക്തിനും പള്ളിയിൽ വന്നിട്ട് നമസ്കരിക്കും, വീട്ടിനകത്ത് മുസല്ല വിരിച്ചിട്ട് നമസ്കരിക്കും, എപ്പോഴും കയ്യിനകത്ത് ഇങ്ങനെ തസ്ബീഹമാലിങ്ങനെ മറിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ ആളാ. പക്ഷേ കുടുംബ ബന്ധം മുറിച്ചവനാ, തന്റെ കൂടെ പിറപ്പുകളോട് വാപ്പാനോടും ഉമ്മാനോടും ബന്ധപ്പെട്ടവരുടെ തെറ്റി നടക്കുന്നവനാ. നിന്റെ നിസ്കാരം ആകാശലോകത്ത് കാണുന്ന ആ മേഘമുണ്ടല്ലോ, ആ മേഘത്തിന്റെ അത്രക്ക് പോലും അല്ലാഹു തആല ഉയർത്തില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അത് ഉയർത്തിയിട്ട് അങ്ങോട്ട് അള്ളാഹിന്റെ അടുത്തേക്ക് പോകണം. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഉയർത്തിയിട്ട് അള്ളാഹിന്റെ മുമ്പിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു നല്ല മനുഷ്യന്റെ അടയാളം എന്താ? ഒരു നന്മയുള്ള മനുഷ്യന്റെ അടയാളം എന്താ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ഒരിക്കലോ സ്വഹാബത്ത് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, നന്മയുള്ളവന്റെ അടയാളമൊന്ന് പറഞ്ഞു തരുവോ നബിയേ? നല്ല സ്വഭാവിയുടെ അടയാളമൊന്ന് പറഞ്ഞു തരുവോ യാ റസൂലല്ലാഹ്? അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സ്വഹാബാ, അവൻ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് സ്വഹാബ, അവർ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് സ്വഹാബ, നല്ല നിലയിൽ പെരുമാറുന്നവനാ,
പടച്ചുറപ്പേ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മറ്റുള്ളവരോട്, നമ്മുടെ ബന്ധപ്പെട്ടവരോട് ഒരിക്കലും തന്നെ നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെട്ടു പോകരുത്. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സഹാബാ, ദേഷ്യമെന്ന് പറഞ്ഞാൽ അത് പിശാചിന്റെ ഇടപെടലാണ് സഹാബാ, അത് ശൈത്താന്റെ ഇടപെടലാണ് സഹാബാ. നമ്മുടെ സംസാരത്തിലൂടെ നമ്മുടെ വരുന്ന ദേഷ്യമുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിനകത്തിലൂടെ പടച്ചുറപ്പേ അല്ലാഹുവേ, ചില സമയത്ത് മറ്റുള്ളവരോട് വരുന്ന വെറുപ്പുണ്ടല്ലോ, ഇതെല്ലാം ഈ പിശാചിന്റെ സ്വഭാവമാണ്, പിശാചിന്റെ ഇടപെടലാണ് സഹാബാ. അതുകൊണ്ട് ദേശത്ത് നിങ്ങൾ ഒതുക്കണേ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മനസ്സിലാക്കിക്കോ, റസൂലുള്ളാഹി അവിടെ നിന്ന് പറയുകയാണ്, റസൂലുള്ളാഹി അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവേ പടച്ചുറപ്പേ, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ, അവർക്കിടയിൽ അല്ലാഹുവേ റസൂലുള്ളാഹി പറയുന്നു, ശൈത്താൻ ഇറങ്ങി വരികയാ, എന്നിട്ട് അവിടുന്ന് കലഹങ്ങൾ ഉണ്ടാക്കിപ്പിക്കുമല്ലോ, അവിടുന്ന് പരസ്പരം അവിടുന്ന് ദേഷ്യപ്പെടിപ്പിക്കുമല്ലോ, അവിടുന്ന് ഇങ്ങനെ പരസ്പരം അവിടുന്ന് കലഹങ്ങളിലൂടെ കടത്തിവിടുകയാണ്. എന്നിട്ടോ ആ ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കുമത്രേ അവിടുന്ന് ഇബ്ലീസ്, നിന്നെ എനിക്ക് വേണ്ട, നിന്നെ ഞാൻ തലാഖ് ചൊല്ലുകയാണ്, നിന്നെ എനിക്ക് വേണ്ട എന്ന് ഇബ്ലീസ് അതാ ഈ മനുഷ്യനെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട് അവിടുന്ന് പറയിപ്പിക്കുകയോ. ഈ പറഞ്ഞതിന്റെ കാരണത്താൽ അല്ലാഹുവേ, ഇബ്ലീസ് ഉണ്ടല്ലോ, അല്ലാഹ് ശൈത്താന്റെ നേതാവുണ്ടല്ലോ, അല്ലാഹുവേ, ഈ കുട്ടി ശൈത്താന്മാരുടെ തലക്കകത്ത് ഈ തലാഖ് ചൊല്ലിയതിന്റെ കാരണത്താൽ അവിടുന്ന് കിരീടം അണിയിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദേഷ്യം കടന്നു വരുമ്പോ ആ ദേഷ്യത്തെ പിടിച്ചു ഒതുക്കാനുള്ള മനസ്സ് നമുക്ക് വേണം കേട്ടോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഭാര്യയോട് ദേഷ്യപ്പെടുമ്പോ, ഭർത്താവിനോട് ദേഷ്യപ്പെടുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അതിനകത്ത് ഇബ്ലീസ് ഇടപെടുകയാണ്. നിങ്ങളുടെ സംസാരത്തില്, നിങ്ങളുടെ പ്രവർത്തനത്തില് അവിടെ നിന്ന് ഇബ്ലീസ് ഇടപെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സംസാരത്തിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവർത്തനത്തിലും അല്ലാഹുവേ നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നല്ലവണ്ണം നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബോധം തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ബോധം തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, നീ ഞങ്ങളെ ഒരിക്കലും തന്നെ കഷ്ടപ്പെടുത്തല്ല അല്ലാഹ്, നീ ഞങ്ങളെ വേദനിപ്പിക്കല്ല അല്ലാഹ്. അങ്ങനെ ദേശം കടന്നു വരുമ്പോ ആ ദേശത്തെ പിടച്ചു ഒതുക്കുന്ന കാര്യത്തിന് ഹിൽമ് എന്ന് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. അല്ലാഹുവേ, അതിന്റെ പ്രത്യേകമായിട്ടുള്ള ആ ദേശത്തെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നതിന് ഇൽമ അല്ല, ഹിൽമ്. അല്ലാഹുവേ, റസൂലുള്ളാഹി പറയുന്നുണ്ട്, അതിന്റെ ഹിൽമ എന്നാണ് പറയുന്നത്. ആ ദേശം വരുമ്പോ, ഭാര്യയോട് ദേഷ്യം വരുമ്പോ, ഒരു തമ്മിലെ തർക്കമുണ്ടല്ലോ, ആ തർക്കം വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ കലഹല്ലാതെ മൗനമായിട്ട് നിൽക്കാൻ, അല്ലെ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അങ്ങനെ ദേഷ്യം വന്നാൽ അതിന്റെ ഇടയിലൂടെ ഇബ്ലീസ് ഇടപെടും. ഇബ്ലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ പലതാകും, നമ്മുടെ പ്രവർത്തനങ്ങൾ പലതാകും, നമ്മുടെ ചിന്തകൾ പലതാകും. അല്ലാഹുവേ, ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയാൻ വരെ അത് കാരണമാകും. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ, നല്ലത് ചിന്തിക്കാനും പറയാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.